മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കൂദാശ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ നവവൈദികൻ ചുരുങ്ങിയ വാക്കുകളിൽ അഭിമന്യ പിതാവിനെ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ഇരിക്കാം. അത്യുന്നതനായ ദൈവത്തിന് സ്തുതി. തൻ്റെ ശ്ലൈഹികമായ കൈവപ്പ് വഴി ഇന്ന് എന്നെ നിത്യപുരോഹിതനായ ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ചേർത്ത് പിടിച്ച തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവൽ പിതാവിന്, എൻ്റെ ഗുരുനാഥനും കൂടിയായ പിതാവിനെ, എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും വികാരിയച്ഛൻ്റെ പേരിലും ഇടവക കുടുംബത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒത്തിരി നന്ദി. നവവൈദികൻ അഭിമന്യ പിതാവുമൊത്ത് ഫോട്ടോ എടുക്കുകയാണ്. ഈ സമയത്ത് കാഴ്ച സമർപ്പണം നടത്താൻ നിയോഗിക്കപ്പെട്ടവരെ പള്ളിയുടെ പുറകിലേക്ക് പോകേണ്ടതാണ്. നവവൈദികൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഇവിടെ തന്നെ നിൽക്കുക.
പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട നവവൈദികൻ ജിയോ ആലപ്പാട്ട് തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയാണ്. കാഴ്ചവസ്തുക്കൾ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പ്രഥമ ബലി അർപ്പിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നവവൈദികന് വേണ്ടി നമുക്ക് പ്രത്യക്ഷതയോടെ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കാഴ്ചവെപ്പിൻ്റെ ഗാനം ഗായക സംഘം ആലപിക്കുന്നു. താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു മനസ്സിലുയരുന്ന കാഴ്ചയല്ലോ എൻ പ്രാർത്ഥനകൾ. അർച്ചനയായി തിരുമുൻപിൽ ഞാൻ ഏകിടുമേ. ബലിവേദിയതേ, ഭോജനം നൽകിയ
ആരാധിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോട്ടിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ സർവശക്തതാതനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവകാലക സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യതാതനങ്ങിൽ നാഗ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാ യേശു ദൈവജൻ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൈവസൂരു ദൈവമാണേക സത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായ അങ്ങയോടവേ ഭക്തിരക്ഷ നൽകുവാൻ പാവനാത്മനാ ഭക്തിരൂപമാർന്നേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവി
പൂർണ്ണ ശോഭയിൽ സ്വർഗ്ഗവാനു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴും മഹിതധാരയിൽ ഒടുവിലെത്തും ഈ ബലിയിൽ അന്നു വിധിയുവാൻ സകലരും ശ്രമിക്കും അന്ത്യവിധി വിനീതരാ. നാഥനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിതഭാവനാത്മനിൽ വിശ്വസിക്കും പൂർണ്ണമായി ഞങ്ങളേവരും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലിയെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശിഷ്ട നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങൾ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ
ചരാചരകർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേമാരോടും ശ്രാപ്പേമാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വലോകനാഥനി ഹോശാന. അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വലോകനാഥനി ഹോശാന. ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായ മാർ സെബാസ്റ്റ്യൻ മെത്രാനും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ മാർ ആൻഡ്സ് മെത്രാപ്പോലിത്തായ്ക്കും ടോണി മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പടവുകൾ താണിറങ്ങി മണ്ണിൽ ജീവന്റെ ഭോജ്യമായി തിരുരക്തവും മാംസവും നൽകും. ഓ എന്റെ ദൈവമേ, ആരാധന. Oh
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തലവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അതരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഒരു വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. നവവൈദികനിൽ നിന്നും ഇന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ബാക്കിയുള്ളവർക്ക് മറ്റു വൈദികരിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അവസരമുണ്ടായിരിക്കും. ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളിലും മധ്യത്തിലും സൈഡുകളിലും വാതിലിൻ്റെ അവിടെയും വൈദികർ വിശുദ്ധ കുർബാനയുമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് കയറി വരേണ്ട ആവശ്യമില്ല. അച്ഛന്മാർ വന്നതിന് ശേഷം അവിടേക്ക് നിങ്ങൾ പോയാൽ മതി. ബാൽക്കണിയിലുള്ളവർ അങ്ങോട്ട് വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അവർ താഴോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. മോണ്ടലത്തുള്ളവർക്കും മോണ്ടകത്തേക്ക് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാൽ മതി എന്നുള്ളതാണ്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ.
സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വൈദികർക്ക് വിശുദ്ധ കുർബാന അങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. നിത്യജീവന്റെ മന്നയാ ദിവ്യകാരുണ്യമേ, പിതാവിന്റെ സ്നേഹത്തിൻ വാത്സല്യമേ, നീ എന്റെ അകതാരിൽ വന്നിടുമീ നേരം, സാധ്യമീ ഭൂമിയിൽ സ്വർഗരാജ്യം. മാമോദീസ സ്വീകരിക്കുകയും വിശുദ്ധ കുമ്പസാരം വഴി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യരായവർ മാത്രമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. മറ്റ് മതസ്ഥരെ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു.
പുകഴ്ത്തും താരാ നിൻ പാവനനാമം നിത്യം ഞാൻ വാഴ്ത്തി പുകഴ്ത്തും സാക്ഷിയായി ഞാൻ നിത്യം മാറിയിടുമേ വരവേണ്ടി നയിക്കണമേ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ നിത്യജീവന്റെ മന്മയാം ദിവ്യകാരുണ്യമേ യഥാർത്ഥ സ്നേഹത്തിൻ വാത്സല്യമേ നീ എന്റെ അകതാരിൽ വന്നിടുമീ നേരം സാധ്യമേ ഭൂമിയിൽ സ്വർഗരാജ്യം ആത്മനാഥനെ കാണുവാൻ അൾത്താരവലിയിൽ ഉൾക്കൊള്ളുവാൻ ആശയോടെ ഇതാ വന്നിടുന്നു അതിനോടനുഗ്രഹം ചൊരിയണമേ ആത്മനാഥനെ കാണുവാൻ അൾത്താരവലിയിൽ ഉൾക്കൊള്ളുവാൻ ആശയോടെ ഇതാ വന്നിടുന്നു അതിനോടനുഗ്രഹം ചൊരിയണമേ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ പ്രത്യേകിച്ച് നവവൈദികൻ ജീവ ആലപ്പാട്ടിന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ സുദിനത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് അച്ഛനോട് നിൽക്കുക. വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിന് ശേഷം നവവൈദികൻ്റെ നന്ദി ഉണ്ടാകും. അതിനുശേഷം ശ്ലൈഹികമായ നവവൈദികൻ്റെ ആശീർവാദം ഉണ്ടാകും. ആശീർവാദത്തിന് ശേഷമാണ് പരിപാവനമായ പുരോഹിതൻ്റെ കൈ ചുംബിക്കുന്ന രംഗം നടക്കുക. അതിനുശേഷം ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചാണ് അച്ഛൻ പറയുക. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അച്ഛൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള സെൻറ്റ് വിൻസെൻ്റ് പോൾ ഹാളിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രദേഴ്സിനും അവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ജിയോ ബ്രദറിൻ്റെ ബന്ധുക്കൾക്കും ഒപ്പം തന്നെ ബാക്കി എല്ലാ നമ്മുടെ ഇടവകാംഗങ്ങൾക്കും തിരുപ്പട്ട സ്വീകരണത്തിനായി ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അതിഥികൾക്കുള്ള ഭക്ഷണം താഴെയുള്ള പള്ളിയുടെ താഴെയുള്ള സെൻറ്റ് മേരീസ് ഹാളിലാണ് നടക്കുക എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. താഴെയുള്ള ഹാളിൽ ബുഫറ്റായിട്ടാണ് 6 കൗണ്ടറുകളിലാണ് ഭക്ഷണം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഒരു കൗണ്ടർ വെജിറ്റേറിയൻസിനായിട്ട് ഒരു കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കുന്നു. നിങ്ങൾക്ക് അവിടെ നിന്നും ഓരോ കൗണ്ടറിൽ നിന്നും ഭക്ഷണം വാങ്ങി അവിടെ തന്നെ നമ്മൾ കസേരകൾ ക്രമീകരിച്ചിട്ടുണ്ട്, അതിലിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഹാളിൻ്റെ പുറത്തായിട്ട് ഏകദേശം ഒരു 300ഓളം കസേരകളും ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി വന്ന് ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ ക്രമീകരണങ്ങൾ ഓരോ കൗണ്ടറുകളുടെ അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് ഭക്ഷണം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കൗണ്ടറുകളിലേക്ക് നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ ഭക്ഷണമായി വരുന്നതാണ് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഏറ്റവും പുറകുവശത്താണ് കൈ കഴുകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഭക്ഷണശേഷമുള്ള ഐസ്ക്രീം വിതരണം ഒരു വശത്ത് മാത്രമാണ്, ഈ വശത്താണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. പ്രായമായവർക്കും ഒപ്പം തന്നെ കുട്ടികളുള്ള മാതാപിതാക്കൾക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഈ ഹാളിൻ്റെ വലതുവശത്തായിട്ട് സെമിത്തേരിയോട് ചേർന്നുള്ള അവിടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ പ്രായമായവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒപ്പം തന്നെ കൈക്കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ മാത്രമാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എവർക്കും നിറഞ്ഞ ഒരു ദിവസം നേരുന്നു. ഒരിക്കൽ കൂടി
നവവൈദികനായ ജീവാലപ്പാട്ടിന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്ത സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാനീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തേക്കും. നിത്യായും സവനേകും ഞാൻ ഏവം ആദനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും
നിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവേ കരുണമേ സ്വസ്തി. ഇന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുക ഞങ്ങളുടെ പോയിയോ എന്ന് അറിഞ്ഞുകൊള്ളുക. ചെറിയൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കൈമുത്ത് ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾ കടന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് മുൻവശത്തുള്ള ഈ 2 ഡോറുകളിലൂടെയാണെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. 22ാം ജൂബിലി പ്രമാണിച്ച് ഞങ്ങളുടെ ഇടവകയിലെ നമ്മുടെ അമ്മമാർ തന്നെ പ്രാർത്ഥിച്ച് കിട്ടിയ ജപമാലയും ഇതിനോടുകൂടെ വിതരണം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജിയോ തെക്കിനിയത്തച്ഛൻ ഇവിടെ വികാരിയായിരുന്ന സമയത്ത് ഒരുക്കി അമ്മമാർ അത് മനോഹരമായി തന്നെ ജപമാലകൾ നമുക്ക് വേണ്ടി കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു വർഷത്തിൻ്റെ പ്രാർത്ഥനയുടെ വലിയൊരു അവസാനം വന്നതാണ് ഈ തിരുവട്ടം വന്ന് ചേരുക. അതുകൊണ്ട് 1ാമത്തെ വാതിലിലൂടെ മാത്രമേ പുറത്തേക്ക് കടന്നു പോകാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. വൈദികനാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധന്യവേളയിൽ ഒരുപാട് പേരോട് നന്ദി പറയാൻ നവവൈദികൻ കടപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും സ്നേഹവും പ്രോത്സാഹനവും നൽകി ബലിവേദിയിലേക്ക് തന്നെ ആനയിച്ച എല്ലാവരെയും ഇപ്പോൾ നവവൈദികൻ നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ ശ്രവിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ 15:16. ഇന്ന് ഞാൻ പൗരോഹിത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു തിരുവചനമല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലില്ല. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടവക കുടുംബത്തിനും നൽകിയിരിക്കുന്നത്. ബലഹീനനായ എന്നെ നിൻ്റെ കൃപയാൽ വിളിച്ച് കാരുണ്യത്താൽ നിൻ്റെ പക്കലേക്ക് ആനയിക്കുകയും പരിശുദ്ധ കത്തോലിക്ക സഭയിലെ സവിശേഷ അംഗമായി നിയമിക്കുകയും നിത്യ പൗരോഹിത്യം നൽകി വിശുദ്ധ ബലി അർപ്പിക്കാൻ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സ്വർഗത്തിൽ നിന്നും നീതിയുടെ വസ്ത്രമായ ഈ കാപ്പ എനിക്ക് നെയ്തു തന്ന ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കാണിക മാതാവിനും എന്നെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിനും മറ്റു സകല വിശുദ്ധർക്കും മാലാഖമാർക്കും എൻ്റെ കാവൽ മാലാഖയ്ക്കും മരണം മൂലം വേർപെട്ട് സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, എൻ്റെ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും മറ്റു പൂർവികർക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ തിരുസഭയിലെ അഭിഷിക്ത പുരോഹിതനായി ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ എന്നിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കി എന്നിലെ കഴിവുകളെ വളർത്തി വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച തൃശ്ശൂർ അതിരൂപതയെയും അഭിമന്യ പിതാക്കന്മാരെയും വളരെ പ്രത്യേകമായി അപ്പൻ്റെ കരുതലോടെ എന്നെ ചേർത്ത് പിടിച്ച അഭിമന്യമാർ ആൻഡ്രൂസ് താഴത്ത പിതാവിനും തൻ്റെ കൈവപ്പിലൂടെ ഇന്ന് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് എന്നെ ഉയർത്തിയ അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവിനും തൃശ്ശൂർ അതിരൂപതയ്ക്കായി എന്നെ തിരഞ്ഞെടുത്ത റാഫേൽ തട്ടിൽ പിതാവിനും വത്സല പിതാവ് ജേക്കബ് തൂങ്കുഴി പിതാവിനും ഏറെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പരിശീലന വഴിയിൽ എന്നെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ഡീക്കനായി എന്നെ ബലിപീഠത്തോട് ചേർത്ത് നിർത്തിയ മേരിമാത മേജർ സെമിനാരിയിലെ ഗുരുനാഥൻ സിൻഡോ പുറത്തൂരച്ചനും മുഖ്യ സഹകാർമ്മികനായിരുന്ന എൻ്റെ മുൻവികാരി വിൻസെൻ്റ് ചെറുവത്തൂരച്ചനും എൻ്റെ ഗുരുനാഥനും ആധ്യാത്മിക പിതാവുമായിരുന്ന ആൻ്റണി കുരുതുകുളങ്ങര അച്ഛനും എൻ്റെ സുഹൃത്തും ബാച്ചുകാരനുമായ ഡിൻഡോ വല്ലച്ചിറക്കാരനച്ഛനും ഇടവകയിലെ തന്നെ ചേട്ടനച്ഛന്മാരായ വിൻസെൻ്റ് കണ്ണനാക്കിലച്ഛനും നിർമ്മൽ അക്കരപ്പെട്ടിക്കലച്ഛനും സാജു അക്കരയച്ഛനും ജസ്റ്റിൻ തേക്കാനത്തച്ഛനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ നേരിട്ടും ഓൺലൈനിലൂടെയും പങ്കെടുത്ത് എനിക്കും ഇടവക കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാ നല്ല മനസ്സുകൾക്കും പരിശീലന യാത്രയിൽ എന്നെ ചേർത്ത് പിടിച്ച ഇടവകയിലെ എല്ലാ മുൻവികാരിമാർക്കും ഇടവകയിൽ നിന്നുള്ള സിസ്റ്റേഴ്സിനും സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ആമ്പക്കാട് സെൻറ് മേരീസ് HFC UP സ്കൂൾ, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂൾ, തോപ്പ് സെൻറ് തോമസ് HS സ്കൂൾ, കോളേജ് പഠനം പൂർത്തിയാക്കിയ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ എല്ലാ പ്രധാന അധ്യാപകർക്കും മറ്റധ്യാപകർക്കും എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. 2010 ജൂൺ 6 തൃശ്ശൂർ മൈനർ സെമിനാരിയിൽ ചേർന്ന അന്നു മുതൽ എന്നെ പരിശീലിപ്പിച്ച എല്ലാ പരിശീലകരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി
ഇപ്പോഴത്തെ ഞങ്ങളുടെ മൈനസ് സെമിനാരി റെക്ടറും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ MC-യുമായിരുന്ന ട്വിങ്കിൾ വാഴപ്പള്ളി അച്ഛനും, മുൻ റെക്ടർമാരായിരുന്ന റോയ് മൂക്കനച്ഛനും ഡൊമിനിക് തലക്കോടനച്ഛനും, മറ്റച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അധ്യാപകർക്കും, തിരുവില്ലാമല ഗുരുകുലം സെമിനാരിയിൽ ഉണ്ടായിരുന്ന അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അധ്യാപകർക്കും സ്റ്റാഫിനും ഇടവകക്കാർക്കും നാട്ടുകാർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞാൻ റീജൻസി ചെയ്ത മൈനർ സെമിനാരിയിലെ എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഏറെ സ്നേഹത്തോടെ നന്ദി. ഫിലോസഫി പഠനം പൂർത്തിയാക്കിയ ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ റെക്ടർ മാത്യു ഇല്ലത്തുപറമ്പിലച്ഛനും ആനിമേറ്റർ അച്ഛന്മാർക്കും മറ്റ് അച്ഛന്മാർക്കും ബാച്ചുകാർക്കും ബ്രദേഴ്സിനും എല്ലാ സ്റ്റാഫിനും നന്ദി. തിയോളജി പഠനം നിർവഹിച്ച മേരിമാത മേജർ സെമിനാരിയിലെ മുൻ റെക്ടർ ജെയ്സൺ കൂനമ്പ്ളാക്കലച്ചനും ഇപ്പോഴത്തെ റെക്ടർ സെബാസ്റ്റ്യൻ ചാലക്കലച്ചനും ഈ കാലഘട്ടത്തിലെ ആനിമേറ്റർമാരായിരുന്ന സാജനച്ചനും ഫ്രീജോ അച്ഛനും വിൻസെൻ്റ് ആലപ്പാട്ടച്ചനും ഡേവിസ് കാവുങ്കലച്ചനും എന്നിലെ ദൈവവിളിയെ ഉജ്ജ്വലിപ്പിച്ച എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും എന്നെ വളർത്തിയ മേരിമാത മേജർ സെമിനാരി കുടുംബത്തിലെ എൻ്റെ എല്ലാ സ്നേഹമുള്ള വൈദികർക്കും അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും വളരെ പ്രത്യേകമായി തച്ചൻസ് ബാച്ചിലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അനിയന്മാർക്കും തൃശ്ശൂർ ബാച്ചിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. തിയോളജി പഠന സമയത്ത് പാസ്റ്റർ മിനിസ്ട്രിക്കായി പോയ കുണ്ടന്നൂർ, മുളയം, വെള്ളറക്കാട് എന്നീ ഇടവകകളിലെ വികാരിയച്ഛന്മാർക്കും കൈക്കാരന്മാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും എല്ലാ വിശ്വാസ പരിശീലകർക്കും പ്രിയ വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും ഇടവകക്കാർക്കും ഡീക്കൻ മിനിസ്ട്രിക്കായി കടന്നു ചെന്ന കല്ലൂർ വെസ്റ്റ് ഇടവകയിലെ ജോസഫ് പൂവത്തൂക്കാരനച്ഛനും കൈക്കാരന്മാർക്കും ദൈവാലയ ശുശ്രൂഷയ്ക്കും സെൻറ്റ് ജോസഫ് ചാരിറ്റി കോൺവെൻറ്റിലെ എല്ലാ പ്രിയ സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും എല്ലാ ഇടവകക്കാർക്കും കൂട്ടുകാർക്കും ഈ അവസാന നാളുകളിൽ തിരുപ്പട്ട സ്വീകരണത്തിന് ഏറ്റവും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങാൻ ഞങ്ങളെ സഹായിച്ച ബഹുമാനപ്പെട്ട വിൻസെൻ്റ് കുണ്ടുകുളമച്ചനും DBCLC കുടുംബത്തിലെ ഫ്രാൻസിസ് ആളൂരച്ചനും മറ്റെല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും സ്റ്റാഫ് അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ബ്രദർ MC-യായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ച സബ് ഡീക്കൻ ബ്രദർ ജോഫിനും ബ്രദർ റോൺബിനും ബ്രദർ നിർമ്മലിനും കുർബാനയ്ക്ക് കൂടിയ ബ്രദേഴ്സിനും ഫൊറോനയിലെ എല്ലാ ബ്രദേഴ്സിനും മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച തൃശ്ശൂർ അതിരൂപത കൊയർ ഹോളി സ്ട്രിങ്സിലെ എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മറ്റ് സഹോദരങ്ങൾക്കും ശബ്ദവും വെളിച്ചവും നൽകിയവർക്കും വീഡിയോ ഫോട്ടോഗ്രാഫി ക്രമീകരിച്ച മീഡിയ കത്തോലിക്ക മാജിക് മൊമെൻറ്റ്സ് എന്നിവർക്കും പന്തൽ ഭക്ഷണം എന്നിവ ഒരുക്കാനും വിളമ്പാനും സഹായിക്കുന്ന വെസ്റ്റേൺ കാറ്ററിങ്ങിനും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഇടവകാംഗങ്ങൾക്കും നല്ല മനസ്സുകൾക്കും ഒത്തിരി നന്ദി. ഇന്ന് ഈ അൾത്താര മനോഹരമായി അലങ്കരിക്കാൻ നേതൃത്വം നൽകിയ ആമ്പക്കാട് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലെ ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനും അവരുടെ പ്രാർത്ഥനകൾക്കും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മറ്റ് സിസ്റ്റേഴ്സിനും എല്ലാവർക്കും തിരുപ്പട്ടം ഏറ്റവും മനോഹരമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായി കൺവീനറായിട്ടുള്ള ജോൺ ചേട്ടനും എല്ലാ കൈക്കാരന്മാർക്കും ദൈവാലയ ശുശ്രൂഷയ്ക്കും സംഘടനാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും എൻ്റെ സ്വന്തം കുടുംബ കൂട്ടായ്മയായ അസീസി കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ഭാരവാഹികൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ അയൽക്കാർക്കും ഇടവകക്കാർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ ഏറ്റവും അധികം അധ്വാനിച്ചതും പ്രാർത്ഥിച്ചതും സ്നേഹമുള്ള നമ്മുടെ വികാരിയച്ഛൻ ജോയ്സൺ കോരേത്തച്ഛനാണ്. തിരുപ്പട്ടത്തെക്കുറിച്ച് അറിഞ്ഞ നാൾ മുതൽ പ്രാർത്ഥിച്ചും മറ്റൊരുക്കങ്ങൾ നടത്തിയും എല്ലാ കാര്യങ്ങളിലും എന്നെ കൂടെ കൂട്ടി ഒരു അച്ഛൻ ചെയ്യേണ്ട ശുശ്രൂഷകളും കാര്യങ്ങളും പറഞ്ഞു തന്ന് കാണിച്ചു തന്ന് അവസരങ്ങൾ തന്ന് എന്നെ വളർത്തുന്ന പ്രിയപ്പെട്ട ജോയ്സൺ അച്ഛനെ എൻ്റെയും കുടുംബത്തിൻ്റെയും ഇടവകയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി നന്ദി പറയാനുള്ളത് വീട്ടുകാരോടാണ്. നന്ദി പറഞ്ഞു തീർക്കേണ്ടതല്ല എന്നറിയാം, എങ്കിലും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് എന്നെ രൂപപ്പെടുത്തിയത് എൻ്റെ ഭവനമാണ്. എന്നെ ഒരു നല്ല വൈദികനായി കാണുവാൻ എന്നും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഉണ്ണികളെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം ആലപ്പാട്ട് നീലങ്കാവിൽ തറവാടുകളിലെ എല്ലാ ബന്ധുമിത്രാദികളെയും സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ പ്രാർത്ഥനയുടെ കരുത്തായി നിന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് പ്രാർത്ഥന കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും എന്നെ സഹായിച്ച എല്ലാ ഉപകാരികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നന്ദി. ഇനിയും നന്ദി പറയാൻ അറിയാതെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എനിക്കറിയാം ഇത് ഒരു തുടക്കം മാത്രമാണ്. പൗരോഹിത്യം ഞാൻ ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. മരിച്ച് സ്വർഗത്തിലെത്തുന്നതുവരെ ഈ വിശുദ്ധ നിയോഗം വിശ്വസ്തയോടുകൂടെ കാത്തു സൂക്ഷിക്കുന്നതിനെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഏശയ്യ 41:13 ഈ തിരുവചനം നമുക്കെല്ലാവർക്കും കരുത്താകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി നന്ദി. നവവൈദികന് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക ആനുകൂല്യം ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ജിയോ ആലപ്പാട്ടച്ചൻ പ്രത്യേക ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് നൽകുകയാണ്. നമുക്ക് മുട്ടുകുത്തി ശിരസ്സ് നമിച്ച് കരങ്ങൾ കൂപ്പി അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അർത്ഥപൂർണമായ ഒരു കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നവവൈദികൻ്റെ അഭിഷിക്ത കരങ്ങൾ ചുംബിക്കുന്നതിനുള്ള സമയമാണിത്. പൗരോഹിത്യത്തോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനും നവവൈദികന് അനുമോദനങ്ങളും പ്രാർത്ഥനകളും നേരാനും ഇതിലൂടെ നമുക്ക് ശ്രമിക്കാം. വൈദികർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, സഹോദരി, സഹോദരന്മാർ, തുടർന്ന് മറ്റുള്ളവർ എന്ന ക്രമത്തിൽ തിക്കും തിരക്കും കൂടാതെ ഈ കർമ്മത്തിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികർ അൾത്താരയിലേക്ക് കയറി വന്ന് നവവൈദികൻ്റെ അഭിഷിക്ത കരങ്ങൾ ചുംബിച്ചുകൊണ്ട് സങ്കീർത്തിയിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം നവവൈദികൻ ബേമയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആദ്യം അവിടെ വെച്ച് അഭിഷിക്ത കരങ്ങൾ ചുംബിക്കുക, പിന്നീട് മാതാപിതാക്കന്മാരും ബന്ധുക്കളും, തുടർന്ന് ബാക്കിയുള്ളവരും. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം, നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. സ്വർഗം തുറന്നിങ്ങണയുന്ന ദൈവത്തെ കാണുന്ന കണ്ണുകൾ എത്ര പവിത്രം. സ്വർഗം തുറന്നിങ്ങണയുന്ന ദൈവത്തെ കാണുന്ന കണ്ണുകൾ എത്ര പവിത്രം. ദൈവസ്നേഹത്തിന്റെ വറ്റാത്തൊരുറവയ ഈ മണ്ണിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ വറ്റാത്തൊരുറവയായി
ആത്മാക്കളെ നേടാനലയുന്ന നിങ്ങൾ തൻ ആത്മീയ തീഷ്ണത എത്ര വിശുദ്ധം. ആത്മാക്കളെ നേടാനലയുന്ന നിങ്ങൾക്ക് ആത്മീയ തീക്ഷ്ണത എത്ര വിശുദ്ധം. ദൈവമായി ഞങ്ങൾക്ക് മുൻപിൽ അണയുന്ന നിങ്ങളുടെ ജന്മം എത്രയോ പുണ്യം. ദൈവമായി ഞങ്ങൾക്ക് മുൻപിൽ അണയുന്ന നിങ്ങളുടെ ജന്മം എത്രയോ പുണ്യം. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അവേ സ്നേഹത്തിൻ വിളിയാണത്, അകാല ത്യാഗത്തിൻ വഴിയാണത്. ദൈവം വസിക്കും ഒരൾക്കാലതന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ